വർഷങ്ങൾക്ക് മുമ്പ് അമ്മ 2 കുട്ടികളെ പ്രസവിച്ചു എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യ ശിശുവിനെ, ഒരു സർപ്പശിശുവിനെ. ആ സർപ്പശിശു എന്ന് പറയുന്നത് അനന്തന്റെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു പ്രത്യേക കാലം കഴിഞ്ഞപ്പോൾ സർപ്പശിശു നമ്മുടെ ഈ നിലവറയിലേക്ക്, ഇല്ലത്തെ നാലുകെട്ടിനകത്തുള്ള ആ നിലവറയുടെ ഭാഗത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അനന്തന്റെ ചൈതന്യമാണ് ഇപ്പോഴും ആ സാന്നിധ്യം അവിടെ ഉണ്ട്. അവിടെ അനന്തന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മാത്രമാണ് എല്ലാ ഭാഗത്തേക്കും പോകാനും നോക്കാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളത്. മറ്റാർക്കും അതിന് അശക്തരാണ് എന്ന് തന്നെയാണ് അതിൻ്റെ പിന്നിലെ ആ ഒരു കഥയിൽ പറയുന്നത്. പ്രധാന പൂജ കഴിക്കാനായിട്ട് അമ്മ മാത്രമേ അങ്ങോട്ട് കയറാറുള്ളൂ. കൂടെ സഹായികളായ കുടുംബാംഗങ്ങൾ ചെല്ലുമ്പോഴും ആ ഒരു പ്രത്യേക ദിശയിലേക്ക് ആരും അങ്ങ് നോക്കാറില്ല. കാരണം കണ്ണ് അടച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് അവിടെ നിൽക്കാൻ കഴിയുകയുള്ളൂ.